ഒരുപക്ഷെ CPM രൂപപ്പെട്ടതിനു ശേഷം ഒരു നേതാവിന്റെ മാത്രം ഇംഗിതത്തിനനുസരിച്ച് നടന്ന ഒരു സമ്മേളനമാകും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സമാപിച്ചതെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവില്ല. ഏറെ പണിപ്പെട്ട് രൂപപ്പെടുത്തിയെടുത്ത കഴിഞ്ഞ 3 വർഷക്കാലത്തെ ബൃഹത്തായ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും അപ്രസക്തമായി. പാർട്ടി ബ്രാഞ്ച് സമ്മേളനം മുതൽ ഒരു പരിധിവരെ ജില്ലാ സമ്മേളനങ്ങൾ വരെ കണ്ട ഫലപ്രദമായ ചർച്ചയും വിമർശനങ്ങളും സംസ്ഥാന സമ്മേളനം എത്തിയപ്പോൾ ആവിയായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച 2 റിപ്പോർട്ടുകളും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള രേഖയ്ക്ക് പൂർണ്ണമായും വഴിമാറിക്കൊടുത്തു എന്നല്ല, വഴങ്ങിക്കൊടുത്തു എന്ന് വേണം പറയാൻ. ചർച്ചയ്ക്ക് തൊട്ടു മുൻപുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്താൽ മതിയെന്ന് സൂചിപ്പിച്ചുള്ള ഒരു കത്ത് ജില്ലകളുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഖേന ജില്ലാ സെക്രട്ടറിമാർക്ക് നൽകി. ഇതിൽ വിയോജിപ്പുള്ളവരെ ചർച്ചയ്ക്ക് വിടരുത് എന്ന ശക്തമായ നിർദ്ദേശവും കത്തിലൂടെ നൽകിയിരുന്നു. ചിലത് പറയാൻ തയ്യാറായി വന്ന ചില പ്രതിനിധികൾ വാലും ചുരുട്ടി ഗോവിന്ദൻ മാഷിന്റെ നല്ല കുട്ടികളായി സമ്മേളന ഹാളിൽ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ പോയിരുന്നു. ചർച്ചയിൽ പങ്കെടുത്തവരാകട്ടെ ക്യാപ്റ്റൻ വിജയന് സ്തുതി പാടുകയായിരുന്നു. സംസ്ഥാന വികസനത്തിനായി സ്വകാര്യ മൂലധന നിക്ഷേപം സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തെ ശക്തമായി എതിർക്കുകയും സമരം ചെയ്തു വരികയും ചെയ്യുന്ന പാർട്ടിക്ക് പൊടുന്നനെ ഇങ്ങനെ ഒരു മാറ്റം എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ്. കേന്ദ്രത്തിലെ BJP സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന CPM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ പരാമർശവും ഈ നയവ്യതിയാനവും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന് സാധാരണ CPM പ്രവർത്തകർ സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാകില്ല. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നുവെന്ന് പറഞ്ഞ് CPM-ഉം ഇടതുപക്ഷവും പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പിണറായി വിജയന്റെ നവകേരള രേഖ ഈ പ്രസക്തമായ മുദ്രാവാക്യത്തിന്റെ കൂടി മുനയൊടിക്കുകയാണ്. സത്യത്തിൽ CPM-ന് ഒരു സമര മുദ്രാവാക്യം കൂടി നഷ്ടമാവുകയാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് CPM-ന്റെ സൈദ്ധാന്തിക മുഖം കൂടിയായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. പാർട്ടിയിൽ തെറ്റായ പ്രവണതകൾ വർദ്ധിക്കുന്നതിനാൽ തിരുത്തലുകൾ കൂടിയേ തീരുവെന്ന ശാഠ്യത്തോടെ തെറ്റുതിരുത്തൽ രേഖയുമായി ഇറങ്ങിയ MV ഗോവിന്ദന് തന്റെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പിന്തുണയും ഗോവിന്ദനുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായുള്ള യെച്ചൂരിയുടെ വിയോഗം ഗോവിന്ദന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. അതുവരെ സർക്കാരിനെ പല കാര്യങ്ങളിലും തിരുത്തിയിരുന്ന ഗോവിന്ദന് പിന്നീട് അതിന് കഴിയാതെയായി. രാവിലെ പറയുന്ന കാര്യങ്ങൾ വൈകുന്നേരമാകുമ്പോൾ തിരുത്തി പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദൻ മാറി. CPM-ൽ ഒരു കാലത്തും ഒരു പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ പുറകിൽ ഒളിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദുഷ്പേര് MV ഗോവിന്ദൻ ഉണ്ടായതും ചരിത്രമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന രീതി CPM-നില്ല. എന്നാൽ വീണ്ടും പിണറായി എന്നത് ഇപ്പോൾ പരക്കെ പ്രചാരത്തിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പിണറായി എന്നത് തള്ളിക്കളയാനാകില്ല. താൻ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പിണറായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായപരിധിയിൽ പിണറായിക്ക് ഇളവ് നൽകരുതെന്ന് പറഞ്ഞ ഏക നേതാവ് പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെട്ട PK ഗുരുദാസൻ മാത്രമാണ്. രാജ്യത്ത് CPM ഭരണത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. വീണ്ടും ഭരണം ലഭിക്കുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തെ പോലെ CPM കേന്ദ്ര നേതൃത്വം. പിണറായി വിജയൻ തന്നെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് നയിക്കട്ടെ എന്ന നിലപാടിലാണ് CPM കേന്ദ്ര നേതാക്കളും. കൊല്ലം സമ്മേളനം കഴിയുമ്പോൾ എല്ലാ അപശബ്ദങ്ങളും ഒഴിവാക്കി പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി വിജയനായി. 2 ടേം മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൂടി ഉണ്ടാകുന്നതോടെ ഹാട്രിക് വിജയത്തിനായുള്ള പോരാട്ടത്തിലേക്ക് CPM-ഉം പിണറായി വിജയനും കടക്കും.